നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും ഫോട്ടോൺ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 12 ബോർഡ് എക്സാമുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രീ ക്രാഷ് കോഴ്സാണ്. ഇത് കേരള സിലബസ് ആൻഡ് CBSE സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ്. ഇതിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നീ 3 സബ്ജക്റ്റുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ അതിന്റെ ടെസ്റ്റ് സീരീസ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വഴി സാധിക്കുന്നില്ല എങ്കിൽ ടെലഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോൺ ക്ലാസ് 12 ക്രാഷ് PCM ഗ്രൂപ്പ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും അസിസ്റ്റൻസിന് വേണ്ടി നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്രാഷ് കോഴ്സ് എന്നും എങ്ങനെ ക്രാഷ് കോഴ്സ് ഉപയോഗിക്കണമെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ വെക്ടർ ഫ്രം ദ പോയിന്റ് A1352 to B432. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിന് വെക്ടർ ആൾജിബ്ര എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നോക്കിക്കേ, 2 പോയിന്റ്സ് തന്നിട്ട് ആ പോയിന്റുകൾക്കിടയിലുള്ള ഒരു വെക്ടർ എഴുതാനായിട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഈ എയും ബിയിലേക്കുള്ള പൊസിഷൻ വെക്ടേഴ്സ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ എയിലേക്കുള്ള പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒറിജിനിൽ നിന്ന്, നമ്മളിത് ഒറിജിൻ ആണെങ്കിൽ ഒറിജിനിൽ നിന്ന് എ എന്നുള്ളൊരു പോയിന്റ് വന്നിട്ടുണ്ട്. ഈ ഒറിജിനും എയും കണക്ട് ചെയ്തിരിക്കുന്ന ഈ വെക്ടറിനെ നമ്മൾ എന്ത് വിളിക്കുന്ന അറിയോ, എയിലേക്കുള്ള പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്, അഥവാ OA എന്ന് നമുക്ക് പറയാം. അപ്പോൾ OA കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? OA കണ്ടുപിടിക്കാൻ നമ്മളൊന്നും ചെയ്യേണ്ട, തന്നിരിക്കുന്ന പോയിന്റ്സിന്റെ കൂട്ടത്തില് I ക്യാപ്പ്, J ക്യാപ്പ്, K ക്യാപ്പ് എന്ന് എഴുതി കൊടുത്താൽ മതി. ഇപ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് എ അഥവാ OA എന്ന് പറയുന്നത് എന്താണ്, ഈസ് ഈക്വൽ ടു I ക്യാപ്പ് പ്ലസ് 3J ക്യാപ്പ് പ്ലസ് 5K ക്യാപ്പ് എന്ന് എഴുതാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബി എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ബിയിലേക്കുള്ള പൊസിഷൻ വെക്ടർ അതെങ്ങനെ പറയാം, OB വെക്ടർ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ബിയുടെ കോർഡിനേറ്റ്സിന്റെ കൂട്ടത്തില് X കോർഡിനേറ്റിന്റെ കൂട്ടത്തിൽ I ക്യാപ്പ്, Y കോർഡിനേറ്റിന്റെ കൂട്ടത്തിൽ J ക്യാപ്പ്, അതുപോലെ Z കോർഡിനേറ്റിന്റെ കൂട്ടത്തിൽ K ക്യാപ്പ് കൊടുത്താൽ മതി. അപ്പം എന്ത് വരും, 4I ക്യാപ്പ് പ്ലസ് 3J ക്യാപ്പ് പ്ലസ് 2K ക്യാപ്പ് എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എയ്ക്കും ബിക്കും ഇടയിലുള്ള വെക്ടർ കണ്ടുപിടിക്കണം. അപ്പം അതെന്താണ്, എയിൽ നിന്ന് ബിയിലേക്ക് വരയ്ക്കുന്ന വെക്ടർ, അതായത് ഈ AB വെക്ടർ എന്താണെന്ന് കണ്ടുപിടിക്കണം. AB വെക്ടർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വളരെ സിമ്പിൾ ആണ്. AB എന്നല്ല എഴുതിയേക്കുന്നത്, AB വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ, പൊസിഷൻ വെക്ടർ ഓഫ് B മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് A ചെയ്യണം. അതായത് എന്ത് ചെയ്യാന്നറിയോ, AB വെക്ടർ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണ് AB എന്ന് പറയുമ്പോൾ AB വെക്ടർ കണ്ടുപിടിക്കാൻ OB മൈനസ് OA അങ്ങനെ ഓർക്കണം കേട്ടോ, AB. അപ്പോൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, OB മൈനസ് OA ചെയ്താൽ മതി. അപ്പോൾ OB നമുക്ക് തന്നിട്ടുണ്ട്, OA നമുക്ക് തന്നിട്ടുണ്ട്. മൈനസ് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് I തമ്മിൽ കുറയ്ക്കുക, J തമ്മിൽ കുറയ്ക്കുക, K തമ്മിൽ കുറയ്ക്കുക. 4Iയിൽ നിന്ന് ഒരു I പോയാൽ എത്ര വരും, 3I ക്യാപ്പ് വരും. അടുത്തത് 3Jയിൽ നിന്ന് 3J പോയാൽ എത്ര വരും, 0J ക്യാപ്പ്. ഓക്കെ, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അടുത്തത് 2K ക്യാപ്പ് മൈനസ് 5K ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്ര വരും, അതിൻ്റെ ഉത്തരം മൈനസ് 3K ക്യാപ്പ് എന്ന് കിട്ടും. ഉണ്ടോ? അപ്പോൾ ഇതായിരിക്കും എന്തെന്നറിയോ, എയിൽ നിന്ന് ബിയിലേക്കുള്ള വെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെങ്കിലും നമ്മളിത് ചെയ്ത് പഠിക്കണം. കാര്യം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളിൽ നിന്ന് വേണം നമ്മൾ വലിയ വലിയ കൺസെപ്റ്റിലേക്ക് പോകാനായിട്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. അത് വേണം ചെയ്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിന് വേണ്ടി കാത്തിരിക്കുക, നല്ല രീതിയിൽ പഠിക്കുക.